ഹരി ഓം. ദശകം 45, ശ്ലോകം 9. മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമധികിം ദേവ സംത്യജ്യ യാച്ഞാം ദധിഘൃതമഹരസ്ത്വം ചാരുണാചോരണേന. പദച്ഛേദം നോക്കാം. മമ ഖലു ബലി ഗേഹേ യാചനം ജാതം ആസ്താം ജാതമാസ്താം. മമ ഖലു ബലി ഗേഹേ യാചനം ജാതമാസ്താം ഇഹ പുനഃ അബലാനാം. പുനഃ പ്ലസ് അബലാനാം, പുനരബലാനാം പ്ലസ് അഗ്രതഃ, പുനരബലാനാമഗ്രതോ, പുനരബലാനാമഗ്രതോ, പുനഃ അബലാനാം അഗ്രതഃ. അതാണ് പുനരബലാനാമഗ്രതോ ന ഏവ നൈവ കുർവേ. ഇഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതിഃ. ഇതി വിഹിതമതിഃ കിം ദേവ സംത്യജ്യ സംത്യജ്യ യാച്ഞാം. യാച്ഞാം യാച്ഞാമാണ്. യാച്ഞ എന്ന് വെച്ചാൽ യാചിക്കുന്നവനായിട്ട്, അതാണ് സംത്യജ്യ യാച്ഞാം. ഇതി വിഹിതമതി കിം ദേവ സംത്യജ്യ യാച്ഞാം ദധി ഘൃതം അഹരഹ ത്വം. അഹരഹ പ്ലസ് ത്വം അഹരസ്ത്വം. ദധി ഘൃതമഹരസ്ത്വം. ദധി ഘൃതം പ്ലസ് അഹരത. ദധിഘൃതം പ്ലസ് അഹര. ദധിഘൃതം പ്ലസ് അഹരഹ പ്ലസ് ത്വം. ദധിഘൃതം പ്ലസ് അഹരഹ പ്ലസ് ത്വം. ദധിഘൃതമഹരസ്ത്വം. 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 ദധിഘൃതം അഹരഹ ത്വം. ദധിഘൃതമഹരസ്ത്വം ചാരുണാ ചോരണേന. ചാരുണാ ചോരണേന. മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമധികിം ദേവ സംത്യജ്യ യാച്ഞാം ദധിഘൃതമഹരസ്ത്വം ചാരുണാചോരണേന. ശ്ലോകം 9 അന്വയവും അർത്ഥവും. അന്വയം. ബലിഗേഹേ യാചനം മമ ജാതം ഖലു ആസ്താം ഇഹ പുനഃ അബലാനാം അഗ്രതഃ ന ഏവ കുർവേ ഇതി വിഹിതമതിഃ കിം ദേവ ത്വം യാച്ഞാം സംത്യജ്യ ചാരുണാചോരണേന ദധിഘൃതം അഹരഃ. ബലിഗേഹേ. ബലിഗേഹേ മഹാബലിയുടെ അടുത്ത് യാചനം മമ ജാതം ഖലു ആസ്ത. യാചിക്കുക എന്ന കാര്യം എനിക്ക് വേണ്ടി വരിക തന്നെ ചെയ്തു. അതിരിക്കട്ടെ, അപ്പോൾ ആ മഹാബലിയുടെ അടുത്ത് യാചിക്കേണ്ടി വന്നു എന്ന് വിചാരിച്ച് അതാണ് പറഞ്ഞ് അതിരിക്കട്ടെ. ഇഹ പുനഃ അബലാനാം. ഇവിടെയാകട്ടെ ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ അഗ്രതഃ, അതാണ് പെണ്ണുങ്ങളുടെ മുന്നിൽ. ഇഹ പുനഃ അബലാനാം അഗ്രതഃ. ഇവിടെയാകട്ടെ ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ ന ഏവ കുർവേ, ഞാൻ അത് ചെയ്യുകേയില്ല. ഇതി വിഹിതമതിഃ കിം. ഇങ്ങനെ ഉള്ളിൽ ഉറച്ചിട്ടാണോ? ഇത് ഭട്ടതിരിപ്പാടിൻ്റെ സംശയമാണ്, അല്ലാതെ ഭഗവാൻ പറയുന്നതല്ല. ഭട്ടതിരിപ്പാടിന് മനസ്സിൽ തോന്നിയ കാര്യമാണ്. മഹാബലിയുടെ അടുത്ത് യാചിക്കുക എന്ന കാര്യം എനിക്ക് ചെയ്യേണ്ടി വരിക തന്നെ ചെയ്തു. അതിരുന്നോട്ടെ, അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇവിടെയാകട്ടെ ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാനത് ചെയ്യുകേയില്ല എന്നിങ്ങനെ ഉള്ളിൽ ഉറച്ചിട്ടാണോ ദേവ ത്വം യാച്ഞാം. ദേവ ത്വം യാജ്ഞാം. അല്ലയോ ഭഗവാനെ, അല്ലയോ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് യാചനം ചെയ്യുവാൻ ഒരുങ്ങാതെ, അതാണ് ദേവ ത്വം യാജ്ഞാം സംത്യജ്യ. അത് വേണ്ടാന്ന് വെച്ചിട്ട്, യാചനം ചെയ്യുക എന്നുള്ള പരിപാടി വേണ്ടാന്ന് വെച്ചിട്ട് ദേവ ത്വം യാജ്ഞാം സംത്യജ്യ ചാരുണ ചോരണേന ദധിഘൃതം അഹരഹ.
അപ്പോൾ വിദഗ്ധമായ മോഷണം വഴി ഗവ്യങ്ങൾ കവരാൻ തുടങ്ങിയത്. ഗവ്യങ്ങൾ എന്ന് വെച്ചാൽ ദധീഘൃതവും തൈരും നെയ്യുമൊക്കെ മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മഹാബലിയുടെ അടുത്ത് യാചിക്കുക എന്ന കാര്യം എനിക്ക് വേണ്ടി വരിക തന്നെ ചെയ്തു, അതിരിക്കട്ടെ. എന്നാൽ ഇവിടെയാകട്ടെ ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ ഞാനത് ചെയ്യുകയേയില്ല എന്നിങ്ങനെ ഉള്ളിൽ ഉറച്ചിട്ടാണോ അല്ലയോ ദേവ അവിടുന്ന് യാചനം ചെയ്യുവാൻ ഒരുങ്ങാതെ വിദഗ്ധമായ മോഷണം വഴി തൈരും നെയ്യും ഒക്കെ കവരാനായിട്ട് മോഷ്ടിക്കുവാനായിട്ട് തുടങ്ങിയത് എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. അപ്പോൾ പണ്ട് ആ ബലിഗൃഹത്തിൽ ഭക്തന്മാരുടെ ആഗ്രഹമനുസരിച്ച് എനിക്ക് യാചിക്കേണ്ടി വന്നു. ബലവാനായ മഹാബലിയോട് ഇരന്നെങ്കിലും ശരി ഈ ബലഹീനകളായ അബലാജനങ്ങളോട് ഇരക്കുന്നത് അപമാനകരമാണ് എന്ന് തീരുമാനിച്ചിട്ടാണോ നിന്തിരുവടി ഈ വിചിത്രമായ ഉപായത്തോടു കൂടിയ മോഷണം കൊണ്ട് തൈരും നെയ്യും ഒക്കെ മോഷ്ടിച്ചത്? മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമധിക്കും ദേവ സംത്യജ്യ യാജ്ഞാം ദധിഘൃതമഹരസ്ത്വം ചാരുണാചോരണേന.